നവകേരള സദസ് ഓർമ്മയുണ്ടാവല്ലോ മാമിന്. നവകേരള രക്ഷാപ്രവർത്തനം അതെ, രക്ഷാപ്രവർത്തനം നടത്തിയ ഏറ്റവും ഭീകരമായിട്ട് പൂച്ചട്ടി വെച്ചടിക്കുക, അതെ. ഗൺമാൻ വരെ ചാടി വന്ന് വലിയ ലാത്തി വെച്ച്, നീളുള്ള ലാത്തി വെച്ച് അടിക്കുക. ഉം. ശരിക്കും ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള തോമസിനൊക്കെ കൊണ്ടുവന്ന അടി ഇവിടെയൊക്കെ പൊട്ടി ഒലിച്ചല്ലേ. അതെ ശരിക്കും അതും കേരളം, സാക്ഷര കേരളം മറക്കൂല. അതെ എന്തുമാത്രം സമരങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷെ ഇത് ആ പിണറായി വിജയന്റെ ധാർഷ്ട്യമായിരുന്നു അതല്ലേ. അതെ, ഉറപ്പായിട്ടും. അപ്പോ അദ്ദേഹം വളരെ നിസ്സംഗതയോടെ അത് രക്ഷാപ്രവർത്തനം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു ആ പോയേനെ അവർക്ക് പിന്നെ ആ വളരെ നിസ്സാരമായിട്ടാണ് ഉം, ഉം, കണ്ടത്. ഉം. പക്ഷെ ഇപ്പോ ആ കേസിൽ പുതിയ സർക്കാർ വന്നപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിൽ നടപടി ഉണ്ടാകും, ഗൺമാന്റെ പല കാര്യങ്ങളും തെറിക്കും എന്നുള്ളതാണ് ഇപ്പൊ വരുന്ന വാർത്തകൾ. അതായത് രക്ഷാപ്രവർത്തനം ചട്ടവിരുദ്ധമെന്നാണ് SP ഷൗക്കത്ത് അലിയുടെ SIT കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെ കണ്ടെത്തിയത് വലിയ കാര്യമാണ്. കാരണം ഇതൊന്നുമില്ലാതെ തേഞ്ഞു മാഞ്ഞു പോകുമായിരുന്നു. നേരത്തെ ക്യാമറ വിഷ്വൽസ് ഇല്ല എന്ന് വരെ അതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഇപ്പൊ വിഷ്വൽസ് ഒക്കെ വന്നു. അത് നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ നിന്നിരുന്ന ആരോ തന്നെ ഷൂട്ട് ചെയ്തെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നമ്മൾ കണ്ടത് പോലീസുകാർ തന്നെ ഗൺമാന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ അടിക്കല് പോലീസുകാരുടെ ചുമതലയാണ് മുഖ്യമന്ത്രിയുടെ ജീവന സുരക്ഷ നൽകുക എന്നുള്ളത്. ഗൺമാൻ അങ്ങനത്തെ ഒരു റോഡിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും, ഓൾറെഡി അവിടെ പോലീസുകാരുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ വന്ന് എന്റെ വകയും കിടക്കട്ടട ഒരു അടിയെന്ന് പറഞ്ഞ് അടിക്കേണ്ട കാര്യമില്ല. അത് കണ്ടാലറിയാം. അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു CPM ധാർഷ്ട്യമാണ് ഗൺമാന്റെ അടിയിൽ കാണുന്നത്. അവര് വീണ് കിടക്കുകയാണ്. ആ വീണ് കിടക്കുന്ന മനുഷ്യനെ അടിച്ചു കൊല്ലാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത പോലത്തെ കാര്യങ്ങളാണ് നടന്നത്. ഏത് പാർട്ടി പ്രവർത്തകനോ ഏത് പൊതുജനത്തിനോ ഒന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിലൊരു പുനരന്വേഷണം വേണമെന്ന് സതീശൻ ആവശ്യപ്പെടുന്ന പ്രസ് കോൺഫറൻസിന്റെ വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, കണ്ണുകൾ വികാരാധീനമാകുന്നായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകതയാണ്. ഒരു കാരണമില്ല, നമ്മൾ എല്ലാവരും കാണിക്കുന്നതാണ്. കരിങ്കൊടി പ്രവർത്തനമോ അല്ലെങ്കിൽ നമ്മൾ തടയാൻ നോക്കലൊക്കെ കാണിക്കുന്ന കാര്യമാണ്. അതിനിങ്ങനെ അടിച്ച് തമ്പോറാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോ ഷൗക്കത്ത് അലി സാറ് പറഞ്ഞിരിക്കുന്ന പോലെ അതിലൊരു പുനരന്വേഷണം വേണം. അവിടെ കൃത്യ നിർവഹണത്തിന് തടസ്സപ്പെടുത്തി പോലീസുകാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവരൊന്ന് ജയിലിൽ കിടക്കട്ടെ. ഇത്രയും നാളും പിണറായിയുടെ കൂടെ നടന്ന് കൊഴുത്ത് വീർത്തിരുന്നതാണല്ലോ. പോലീസിലെ കിടന്ന് എണ്ണി പഠിക്കട്ടെ, അഴിയെണ്ണി പഠിക്കട്ടെ നമ്മൾ പറയുമല്ലോ. കൂടെ ഇദ്ദേഹത്തിന്റെ കൂടെ നടന്ന് പലർക്കും വേണ്ടത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാന്നറിയാം. പേഴ്സണൽ സ്റ്റാഫ് ആയിരിക്കുമ്പോൾ അവർക്ക് ധാരാളം പൈസ കിട്ടും, പെൻഷൻ കിട്ടും. അപ്പോൾ അതുമൊക്കെ വേണ്ട. ഇനിയിപ്പോൾ അദ്ദേഹവും സാധാരണ ജനത്തെ പോലെ ജീവിക്കട്ടെ. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മളുടെ മുഖ്യമന്ത്രി VD സതീശൻ അവർ പറഞ്ഞിരിക്കുന്നു, പേഴ്സണൽ സ്റ്റാഫ് 4 വർഷം തികയ്ക്കണം. 2 വർഷം തികഞ്ഞാൽ ഇപ്പോൾ പെൻഷൻ ഉണ്ട്, എല്ലാ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തീവ്രത അളക്കാനുള്ള ഉപകരണം കണ്ടുപിടിച്ചൊരു മാഡം ഉണ്ടല്ലോ, ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവരുടെ മരുമകളെ കൊടുന്ന് കുക്കാക്കി വെച്ചു. പേഴ്സണൽ കുക്കായിട്ട് അവരുടെ ഔദ്യോഗിക വസതിയിൽ കുക്കായിട്ട് വെച്ചു. കാരണം ശമ്പളം അവർക്ക് അത് വേണ്ട, ഇഷ്ടംപോലെ കിമ്പളമൊക്കെ കിട്ടുമായിരിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. പക്ഷേ അജീവനാന്റെ പെൻഷനാണ് അമ്മായി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ തോന്നിയ പോലത്തെ നിയമനങ്ങളായിരുന്നു പേഴ്സണൽ സ്റ്റാഫിലേക്ക്. സതീശൻ പറഞ്ഞിട്ടുണ്ട് അത് നടക്കില്ല, നിങ്ങൾ വെച്ചോളൂ, പക്ഷേ ആനുകൂല്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. എല്ലാ MLA മാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും ഓഫീസിനൊക്കെ വേണ്ടിയിട്ടൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് കൊടുക്കാൻ ആർക്കും തടസ്സമില്ല. പക്ഷേ ടാക്സ് കൊടുക്കുന്ന പൈസയിൽ നിന്നും ജീവനാന്തര കാല തരത്തിലുള്ള വേതനങ്ങളും പെൻഷനുകളും ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ അതുപോലെ അദ്ദേഹം പറഞ്ഞത് ഒരു വലിയ കൊലപാതക ശ്രമം തന്നില്ല, വധശ്രമം. പിണറായി പ്ലെയിനിൽ വരുമ്പോ 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടന്നു വന്ന് പ്ലെയിനിൽ കൂടെ, പ്ലെയിനിന്റെ ഇടനാഴി എന്ന് പറയാൻ പറ്റില്ല, എയിലെന്നാ പറഞ്ഞത്, അതിൽ കൂടെ നടന്നു വന്നവരെ ജയരാജൻ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ പിണറായി അവിടെ മരിച്ചു വീണേനെ. അവർക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങളാണ് നടത്തിയത്. പക്ഷെ പെട്ടുപോയി. ഇവർക്കിവിടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ വ്യോമയാന നിയമപ്രകാരം കേസെടുക്കാമെന്ന് വെച്ചു. വ്യോമയാന നിയമപ്രകാരം കേസെടുക്കാൻ പറ്റൂല, അതുകൊണ്ട് അവിടെ സ്റ്റക്കായിട്ട് കിടക്കാണ്. ഇനി അത് പുറത്തെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ സെൻട്രലായിട്ട് സംസാരിച്ചാൽ മതില്ല. നമ്മളെല്ലാം കണ്ടതില്ല. ആ കുട്ടികൾ അവിടെ കൂടെ നടന്നു വരുന്നു, 2 സീറ്റുകളുടെ ഇടയിലുള്ള വഴിയിൽ കൂടെ നടന്നു വരുന്നു, ജയരാജൻ തടഞ്ഞു നിൽക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ജയരാജനാണ് ഈ കുട്ടികൾക്ക്, അദ്ദേഹത്തിന്റെ ആകാരവും അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ കാരണം ഈ കുട്ടികൾക്ക് ജീവന് ഭീഷണിയായി നിന്നത് ജയരാജനാണെന്നും പറയാലോ വേണമെങ്കിൽ. അപ്പൊ ആ കേസും ഇപ്പൊ തുറന്നിരിക്കുന്നു.
ഇനിയിപ്പോൾ ഒരു കേസ് എല്ലാവർക്കും, ഒരു പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല സാധാരണ പൊതുജനങ്ങൾക്ക് പോലും വളരെ ആകാംക്ഷയുള്ളത്, പിണറായി സഖാവ് ഒരിക്കൽ പറഞ്ഞിരുന്നു ആ കേസുകൾ പിൻവലിക്കുവാണെന്ന്, നമ്മുടെ ശബരിമലയുടെയാണ്. എത്രമാത്രം കേസുകളാണ്. ഇന്നലെ എൻ്റെ കാർ ഓടിക്കാൻ വന്ന ഡ്രൈവർ, ദിവസ വേതനത്തിൽ തന്ന ഡ്രൈവർ പറയായിരുന്നു, അദ്ദേഹം ഇരിക്കുന്നത് ശബരിമല അമ്പലം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്നത്. എത്രമാത്രം കേസുകളാണ് അദ്ദേഹത്തിൻ്റെതെന്ന്. കാരണം നാച്ചുറൽ എല്ലാവരും ഇറങ്ങിപ്പോവും. ഇവിടെ എറണാകുളം കരയോഗം നടത്തിയ ഒരു നാമജപ യാത്രയിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത പോലത്തെ റിട്ടയേർഡ് ബ്രിഗേഡിയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ, വക്കീലുമാർ, സീനിയർ അഡ്വക്കേറ്റ്സും അറിയപ്പെടുന്ന വ്യക്തികളൊക്കെ പുറകിൽ നടന്നു വരാം. അവർ യാതൊരു സംഘടനയുടെയും, BJPയുടെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒന്നും പ്രവർത്തകരല്ല. പക്ഷേ അയ്യപ്പ സ്വാമിക്കെതിരെ ഒരു അതിക്രമം, സ്വാമിക്കെതിരെ എന്നല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ആചാര ലംഘനം നടന്നപ്പോൾ മനസ്സ് തപിച്ചു വന്ന ആൾക്കാരാണ് അവർ. അപ്പൊ അവരെല്ലാവരും നിൽക്കുന്നുണ്ട്. KS രാധാകൃഷ്ണൻ, നമ്മുടെ മുൻ PSC ചെയർമാനും സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ, അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനെതിരെ എത്രമാത്രം കേസുകളാണ് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നതെന്ന്. കുമ്പിടികളായിരുന്നു ഞങ്ങൾ പലരും. ഞാൻ നിലയ്ക്കലിൽ നിന്ന് അവിടെ സമരം നയിക്കുന്നു, ഇവിടെ രഹന ഫാത്തിമയുടെ വീട് ഉപരോധിക്കുന്നു, കുമ്പടികളായിരുന്നു പലരും. മാത്രമല്ല പ്രജിത വിശ്വസിക്കില്ല, ഞാൻ പോയി പലതിനും ജാമ്യം എടുത്തെന്ന് 2021 ഞാൻ MLA കാൻഡിഡേറ്റ് ആയിരുന്നു എറണാകുളത്ത് നിന്നുള്ള. ആ സമയത്ത് പോയി നെടുമ്പാശ്ശേരിയിൽ നിന്നൊക്കെ ജാമ്യം എടുത്ത് വന്നിട്ട് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ചിരിക്കുക, നിങ്ങൾ വേഗം വന്ന് ജാമ്യം എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യണം, വരൂ മീഡിയയ്ക്ക് ഉണ്ട്, ഞാൻ കൊടുക്കാൻ പോവുകയാണ് നോമിനേഷൻ, വന്ന് അറസ്റ്റ് ചെയ്തോളൂ. ഇതുപോലത്തെ ഒരു തരം അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാക്കിക്കൊണ്ട് അരക്ഷിതാവസ്ഥയല്ല, നമ്മൾ അങ്ങോട്ട് പോയി എടുക്കുക, ഇങ്ങോട്ട് പോയി എടുക്കുക, അതിനൊക്കെ പൈസ മേടിക്കുക. ഈ ഖജനാവ് നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ശരിയാണോ എന്ന് സംശയിച്ചു പോകും. അല്ലെങ്കിൽ എന്തിനാണ്? മാത്രമല്ല ഇവർക്ക് ഇഷ്ടമില്ലാത്ത പലരുടെയും പേരിലും കേസുകൾ വന്നിട്ടുണ്ട്. മുഖം കണ്ടാൽ തിരിച്ചറിയാവുന്നവരെന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ആദ്യത്തെ FIR ഇടുക. അപ്പം നിങ്ങളുടെ മുഖം, പ്രജിതയുടെ മുഖം എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് എന്തെങ്കിലും പ്രജിതയായിട്ടൊരു മുൻകാല വൈരാഗ്യം കിടക്കട്ടെ, എങ്ങനെ അതിൻ്റെ ഞാൻ പറഞ്ഞ നിലയ്ക്കൽ ഞാൻ രഹന ഫാത്തിമയുടെ വീടിന് മുമ്പിൽ നിൽക്കുന്നു, അപ്പോൾ വരികയാണ് നിങ്ങൾക്ക് അറസ്റ്റ്, ജാമ്യമില്ല, വാറന്റ് വന്നിരിക്കുന്നു, നിങ്ങൾ നിലയ്ക്കൽ നിൽക്കുകയാണ്. ഞാനല്ല, അല്ല നിങ്ങളെ പോലെയുള്ള ഒരാൾ, എന്നെപ്പോലെ എത്രയോ പേരുണ്ട്, എനിക്ക് ആളാരാണെന്ന് മനസ്സിലായി, അവിടെ നിൽക്കുന്ന ആൾ ഞാൻ പറഞ്ഞ ഇത് വെച്ചിട്ട് ആരാണെന്ന് മനസ്സിലായി. പക്ഷേ അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ നിൽക്കണം, നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലായി നോക്കൂ സാറേ, ഞാനിവിടെ രഹന ഫാത്തിമയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പം ആ കേസുകൾ തീർച്ചയായിട്ടും സതീശൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന സമയത്ത്, കാരണം കോൺഗ്രസ്സുകാരുടെ ഇടയിലും ധാരാളം കേസുകൾ ഉണ്ടാവും ഇങ്ങനത്തെ, ആ കേസുകൾ പിൻവലിക്കുമെന്ന് പിണറായി പറഞ്ഞിരുന്നു. പല പ്രാവശ്യം ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു ഓർഡർ, ബ്ലാങ്കറ്റ് ഓർഡർ വന്നിട്ടില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പം അത് പിൻവലിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഓർക്കുന്നുണ്ടോ, ഒരു അമ്മാളു അമ്മ എന്ന് പറഞ്ഞൊരു പ്രായമായൊരു സ്ത്രീ പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വന്നിട്ട് സതീശനെ ഇത് അദ്ദേഹം സത്യവാചകം ചൊല്ലുന്നതിന് മുമ്പ് കെട്ടിപ്പിടിക്കും, ഒപ്പം നമ്മുടെ രാഹുൽ ഗാന്ധി അവരെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, പ്രളയം കൊണ്ട് ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പറവൂർ നിയോജക മണ്ഡലം. പുനർജനി കേസൊക്കെ പ്രജിത ഓർക്കുന്നുണ്ടാവുമല്ലോ, വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി ഫോറിൻ കറൻസി കൊണ്ടുവന്നു, അതിൻ്റെ ഫണ്ട് എവിടെ, ആ യാത്രയുടെ ചിലവ് എവിടെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ടായിരുന്നു. അത് നമ്മളുടെ ഇപ്പോഴത്തെ വിഷയമല്ല. അപ്പോൾ ആ സമയത്ത് പറവൂർ നിയോജക മണ്ഡലം മുഴുവനും, ഞാനവിടെ വന്ന് മഹിളാ മോർച്ച ജില്ലാ അധ്യക്ഷയാണ്, അവിടെ പ്രവർത്തിച്ചൊരു ഒരു മാസത്തോളം താമസിച്ച് പ്രവർത്തിച്ച ആളാണ്. ഡിവാസ്റ്റേറ്റഡ് ബൈ ഫ്ലഡ്സ് ആയിരുന്നു. ആ 10,000 രൂപ പോലും കിട്ടാത്ത ആളുകളുണ്ട്. എത്ര കൊല്ലമായി. മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു സർവേ നടത്തി, അത് 3000 പേരോളം ഒപ്പിട്ട് ഞങ്ങൾ കളക്ടറിന് കൊണ്ടു കൊടുത്തു. അതിനുശേഷമാണ് ക്ലോസ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പ്രളയത്തിൻ്റെ കേസുകൾ റീഓപ്പൺ ചെയ്തു പിണറായി സർക്കാർ. എടപ്പള്ളിയിലെ മാതൃഭൂമി ഓഫീസിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു കോടതിയിൽ വെച്ചായിരുന്നു അദാലത്ത്. രാവിലെ എല്ലാവരും താങ്ങിപ്പിടിച്ചുകൊണ്ട് വരും, റോൾ കോൾ എടുക്കും, പോയിക്കോളൂ എന്ന് പറയും. ഇത് തന്നെ. പക്ഷെ പ്രളയജലം അടുത്തുകൂടെ പോലും പോവാത്ത സഖാക്കന്മാർക്ക് 2 ലക്ഷം രൂപയും മറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പം അവർ പറയാണ്, ഇതാണ് ഞങ്ങൾക്ക് പാർട്ടി തരുന്ന കരുതൽ. കാരണം ഇനി പ്രളയം വന്നാൽ ഞങ്ങൾക്ക് കുടുംബമായി രക്ഷപ്പെടണ്ടേ. കാറ് മേടിച്ച് ചുമന്നൊരു മാരുതി കാറിൽ ഒരു സഖാവ് 19 ചെറിയ പ്രളയം വന്നു. അപ്പോൾ ഞാൻ കുന്നുകരയിൽ ഒരു റിലീഫ് ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാറിൽ പോകണം. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് എന്നോട് പറഞ്ഞത്, ആ സഖാവിൻ്റെ വീടിൻ്റെ അടുത്ത് പോലും കയറിയിട്ടില്ല, പക്ഷെ പ്രളയ ദുരിതം എന്നും പറഞ്ഞ് അദ്ദേഹത്തിനും കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ CPMൻ്റെ ഓഫീസേഴ്സൊക്കെയാണ് നടക്കുന്നത്. അവർ വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു തോന്നുവാണെങ്കിൽ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അവർ 10,000 രൂപ നേടും.
2 ലക്ഷം രൂപയ്ക്ക് അർഹതയുണ്ടെങ്കിൽ അവർ എഴുതി വയ്ക്കും 20,000 രൂപ എന്ന്. അങ്ങനെയും ധാരാളം ദ്രോഹങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഫയലുകളൊക്കെ ഒന്ന് റീഓപ്പൺ ചെയ്ത്, കാരണം അദ്ദേഹവും കൂടെ ഡയറക്റ്റ്ലി ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിന് സമയത്ത് നല്ലോണം പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഈ കാര്യങ്ങളും കൂടെ ഒന്നും കൂടെ റീഓപ്പൺ ചെയ്ത് പ്രളയ സമയത്ത്, അതൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നൊരു കാര്യമാണ്. ചൂരൽമല എന്നൊക്കെ പറഞ്ഞാൽ ആ സ്ഥലം സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. ഈ 140 MLA അടുത്തുനിന്നും ഒരു ലിസ്റ്റ് കളക്ട് ചെയ്ത് MLA മാത്രമല്ല പൊതുജനങ്ങൾക്കും സബ്മിറ്റ് ചെയ്യാനൊരു അവസരം കൂടെ നൽകണമെന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം അല്ലേ? അതെ.